നമ്മൾ എല്ലാവരും മിക്കവാറും നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ചെയ്യുന്നവരാണ്. ഓഫീസിൻ്റെ പ്രൊഡക്റ്റ് അത് ലൈസൻസ് എക്സ്പയർ ചെയ്യാതെ നമ്മൾ വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങിച്ച് അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ വെച്ച് തന്നെ നമുക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് തികച്ചും ഫ്രീ ആണ്. ആധികാരികമായിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ വെച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓൾറെഡി ഉള്ള ഓഫീസിൻ്റെ ഫയൽ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. നിലവിലുള്ള ഫയൽസ് സെറ്റിങ്സ് പോയിട്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ബ്രൗസർ ഓപ്പൺ ചെയ്ത് config.office.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മൾ ആ ഓഫീസിൻ്റെ സൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മിക്ക കമ്പ്യൂട്ടറുകളും നമ്മൾ 64 ബിറ്റ് ആയിരിക്കും, അത് സെലക്ട് ചെയ്യുക. ഓഫീസ് സ്യൂട്ട്സിൽ നമ്മൾ ഓഫീസ് LTSC പ്രൊഫഷണൽ പ്ലസ് 2024 വോളിയം ലൈസൻസ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആവശ്യമില്ലാത്ത നമുക്ക് റിമൂവ് ചെയ്യാം. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇംഗ്ലീഷ് കൊടുത്ത് എക്സ്പോർട്ട് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഓഫീസ് ഓപ്പൺ XML ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം ആക്സെപ്റ്റ് കൊടുത്ത് എക്സ്പോർട്ട് പ്രസ് ചെയ്യുക. നമ്മുടെ ഫയൽ എക്സ്പോർട്ടായി. ഇതാണ് എക്സ്പോർട്ട് ആയിട്ടുള്ള ഫയൽ. ഇനി നമുക്ക് അടുത്ത് ചെയ്യുന്നത് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഓഫീസ് ഡിപ്ലോയ്മെൻറ്റ് ടൂൾ എന്ന് സെർച്ച് ചെയ്യുക. ഡൗൺലോഡ് ഓഫീസ് ഡിപ്ലോയ്മെൻറ്റ് ടൂൾസ് ഫ്രം ഓഫീസിൽ മൈക്രോസോഫ്റ്റ് അവിടെ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. അവിടെ വെച്ച് ഡൗൺലോഡ് പ്രസ് ചെയ്ത് ഡിപ്ലോയ്മെൻറ്റ് ടൂൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓപ്പൺ ഫയൽ അഗ്രി കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫോൾഡറിലേക്ക് ഇത് സേവ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത ഫയൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിൽ സേവ് ചെയ്യുക. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത രണ്ടും ഓഫീസ് ഫോൾഡർ ഉണ്ടാക്കി അതിൽ സേവ് ചെയ്യുക. ശേഷം അതിൽ ഓൾറെഡി ഉള്ള കോൺഫിഗർ ഫയൽ ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ പാത്ത് കോപ്പി ചെയ്യുക. ശേഷം കമാൻഡ് പ്രോംപ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു റൺ ആസ് അഡ്മിൻ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. സിഡി സ്പേസ് നേരത്തെ കോപ്പി ചെയ്തതു ഇവിടെ പേസ്റ്റ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്ത ശേഷം സെറ്റപ്പ് XE ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഓഫീസ് ഡൗൺലോഡ് ആകുന്നത് കാണാം. നന്ദി. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.